ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്വർണാസ് കുക്കറി വേൾഡ്. അപ്പം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ഡേയുടെ 4th ഡേ ആണ്. നമ്മൾ രാവിലെ തന്നെ വെയിറ്റ് നോക്കിയായിരുന്നു. ഇന്ന് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ് കേട്ടോ. വെയിറ്റ് കുറച്ച് കൂടി. അത് ആക്ച്വലി സാരമില്ല, വെയിറ്റൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൂടും. കാരണം നമ്മൾ ഗേൾസ് ആണെങ്കിൽ പ്രത്യേകിച്ചും പീരിയഡ്സ് ടൈം ആകുമ്പം ചിലപ്പോൾ ഒരു വീക്ക് മുമ്പൊക്കെ തന്നെ നമുക്കൊരു ഇത് വരാം. അപ്പം എനിക്ക് പീരിയഡ്സ് ആവുന്ന ഒരു വീക്കായിട്ടുണ്ട്, ലൈക്ക് 1 വീക്ക് ബിഫോറാണിത്. സോ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാൻ ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ രാവിലെ എടുത്തത് 2 വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും ഒരു എഗ്ഗ് ജസ്റ്റ് ഒരു ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തു, ഫ്രൈ ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഒരു ഗ്ലാസ് ചായ. ഇതായിരുന്നു നമ്മൾ രാവിലെ എടുത്തിരുന്നത്. അപ്പം ലാസ്റ്റ് ദിവസം കമ്പനി പോയിട്ട് വന്ന ക്ഷീണം കൊണ്ട് ഭയങ്കര ലേറ്റായിട്ട് എഴുന്നേറ്റത്. ഇപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം 12 മണിയും കണ്ടായി. 11:45 12 മണി ആ ടൈമിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കാരണം നല്ല ക്ഷീണമായിരുന്നു തലേ ദിവസം. പതിയെ നന്നായിട്ടൊന്ന് ഉറങ്ങി തീർക്കാമെന്ന് വെച്ചു. എന്നിട്ട് നമ്മൾ പതിയെ ഫുഡങ്ങ് കഴിച്ചു. വലിയ വിശപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്കറിയില്ല, ഒരു ഭയങ്കര ബ്ലോട്ടഡ് ഫീലിങ്ങും ഒക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. അതറിയാം, വെയിറ്റ് ഒരു ചെറിയൊരു ഗെയിൻ ആണല്ലോ നമുക്ക്. എന്നാലും കുഴപ്പമില്ല, അത് നമുക്ക് ശരിയാക്കി എടുക്കാം. വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അപ്പം ഞാൻ തലേ ദിവസത്തെ ഞങ്ങൾ ഓഫീസിലുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ ഹസ്ബൻഡിനോട് പറയാണ്. തലേ ദിവസം അതിനൊന്നും സമയം കിട്ടിയില്ല. വന്നു, കഴിച്ചു, കിടന്നു, അതായിരുന്ന അവസ്ഥ. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ലഞ്ച് ഞാൻ 3 ഇഡ്ഡലി, ചട്നി, ഒരു എഗ്ഗാണ് കഴിച്ചത്. അത് കഴിച്ചത് 4 മണി. 3 ഇഡ്ഡലി എന്ന് പറയുമ്പം ഞാൻ കുറച്ച് ചെറിയ ഇഡ്ഡലിയാണ് എടുത്തത്, വലിയ വലിപ്പമില്ല. പക്ഷേ 3 ഇച്ചിരി കൂടുതലായിട്ടാണ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്തിട്ട് 4 മണിയൊക്കെ ഉണ്ടായി ഞാൻ ലഞ്ച് കഴിച്ചപ്പോൾ തന്നെ. പിന്നെ ഞങ്ങളൊന്ന് വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കട വരെ പോകാമെന്ന് വെച്ചു. ഞങ്ങൾക്കൊരു ചെറിയ പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഒരു ബാഗ് മേടിക്കണം. എൻ്റെ ഹസ്ബൻഡിന് നാളെ ജോയിനിങ് ആണ്. അപ്പോൾ ഒരു ബാഗ് മേടിക്കാനായിട്ട് ഞങ്ങൾ കടയിലോട്ടൊക്കെ പോയി. പിന്നെ ബാഗൊക്കെ നോക്കുന്നത് ഞാനാണ്. പുള്ളിയുടെ ഇഷ്ടത്തിനല്ല, എൻ്റെ ഇഷ്ടത്തിനാണ് ബാഗ് എടുത്തത്. നോക്കിയിട്ട് നോക്കിയ ബാഗൊന്നുമല്ല കേട്ടോ എടുത്തത്, ഞങ്ങൾ വേറെ ബാഗ് എടുത്തത്. ഇത് എടുത്ത് നോക്കിയിട്ട് വേറൊരു ഓഫർ കണ്ടപ്പോഴത്തേക്കും അവിടെ പോയി അത് വാങ്ങി. അങ്ങനെ ഞങ്ങൾ വന്നു. അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വെളിയിൽ നിന്ന് മേടിച്ചായിരുന്നു ഞങ്ങൾ. ഗ്രിൽഡ് ചിക്കനാണ്. അതും ഒരു ബ്രെഡും കുറച്ച് ക്യാരറ്റുമാണ് എടുത്തത്. ഈ ഗ്രിൽഡ് ചിക്കൻ മൊത്തം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഹാഫ് ചിക്കൻ ഉണ്ട്. ഞാനൊരു ആവേശത്തിന് കയറി എടുത്തതാണ്. ഇത് കഴിക്കുന്ന ടൈം വന്നിട്ട്, ഡിന്നർ കഴിക്കുന്ന ടൈം വന്നിട്ട് 9 ആണ്. ഓക്കെ, അപ്പോൾ സമയമൊക്കെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ കഴിച്ചിട്ടില്ല ടൈം തെറ്റിയിട്ട്. ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ടൈമൊക്കെ തെറ്റിപ്പോയി കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ നമുക്ക് നാളെ വെയിറ്റ് നോക്കുമ്പോൾ ഒന്നുകൂടെ കൂടുമോ ഒന്നൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഈ ചിക്കൻ ഞാൻ മൊത്തം കഴിച്ചില്ല കേട്ടോ. അതിനകത്ത് 2 പീസേ കഴിച്ചുള്ളൂ. ബാക്കി 2 പീസ് ഞാൻ നാളത്തേക്ക് എടുക്കാമെന്ന് വെച്ച് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ വർക്കൗട്ട് ചെയ്തില്ല. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കണ്ടിന്യൂസ് വർക്കൗട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എനിക്ക് മൺഡേ ടു സാറ്റർഡേ വർക്കിംഗ് ആണ്. ഈവൻ സാറ്റർഡേ പോലും 6 മണി വരെ വർക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും വർക്കൗട്ട് നടക്കില്ല. അറ്റ്ലീസ്റ്റ് 2 വീക്കെങ്കിലും ചെയ്യാമെന്ന് വെച്ചാലും ഭയങ്കര പാടായിരിക്കും. കാരണം ഭയങ്കര ടയേർഡായിട്ടായിരിക്കും ഒന്നത് വരുന്നത്. ഇപ്പം ഇവിടുന്ന് സ്ഥലം മാറുന്ന സമയത്താണെങ്കിൽ പിന്നെയും നോക്കാം. കാരണം എനിക്ക് അപ്പോഴത്തേക്കും അടുത്താണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ എനിക്ക് വർക്കൗട്ടും കാര്യങ്ങളൂടെ ആഡ് ചെയ്യാൻ പറ്റും എൻ്റെ ഇതിനകത്തോട്ട്. സോ ഇപ്പോൾ സ്ഥലം തപ്പുന്നേ ഉള്ളൂ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ വാക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏകദേശം ഒരു 5000 നിയർ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. സോ അത് ഓക്കെ. പക്ഷേ വർക്കൗട്ട് ഭാഗം വന്നിട്ട് കുറച്ച് ലാഗിങ് ആവും. പിന്നെ ഫുഡ് കഴിച്ചത് അത്യാവശ്യം ഞാൻ ടൈമിംഗ് തെറ്റിയാണ് എല്ലാം കഴിച്ചത്. കാരണം ഇന്നലത്തെ ക്ഷീണം കൊണ്ട് ഭയങ്കര ലേറ്റായിട്ടൊക്കെയാണ്. ഞാൻ രാവിലെ കഴിച്ചത് തന്നെ 11:30 ആയി. മറ്റേ ഉച്ചയ്ക്ക് കഴിച്ച ഇഡ്ഡലി വന്നിട്ട് ഒരു 4 o'clock സംതിങ് ആയി. ആൻഡ് ഇപ്പം ഡിന്നർ കഴിച്ചത് 9 o'clock ആണ്. അപ്പം അത് ആക്ച്വലി നമുക്കൊരിക്കലും അങ്ങനെ കഴിക്കാൻ പാടില്ല. കാരണം നമ്മളൊരു ടൈമിംഗ് വെച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ടൈമിങ്ങിന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ടൈമിങ്. അത് വളരെ ബാഡായിരിക്കും. അപ്പോൾ അത് ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ ഒരു ലൈഫ് റൂട്ടീൻ ആയിരിക്കില്ല പലരുടെയും. അപ്പം നിങ്ങൾക്കത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഇതായിരിക്കും. സോ അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ, താങ്ക് യു.